ഹലോ, ഈ ലെക്ചർ വീഡിയോ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറയുന്നത്. 3 തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ മോഡുകളാണുള്ളത്. ഒന്ന് കണ്ടക്ഷൻ, മറ്റൊന്ന് കൺവെക്ഷൻ, മൂന്നാമത്തേതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. കണ്ടക്ഷൻ അതുപോലെ തന്നെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു മീഡിയം ആവശ്യമുണ്ട്. കണ്ടക്ഷനും കൺവെക്ഷനും ഒരു മീഡിയം ആവശ്യമുണ്ട്. അതായത് ഈ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടികളെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് മീഡിയത്തിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, മീഡിയത്തിൻ്റെ വെലോസിറ്റി, ഇതുപോലുള്ള കുറേ പ്രോപ്പർട്ടികളെ ആശ്രയിച്ചാണ് നമ്മുടെ കണ്ടക്ഷൻ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫറുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് അതിനൊരു മീഡിയം ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. അത് ഒരു മീഡിയം ആവശ്യമില്ലാത്തൊരു ഹീറ്റ് ട്രാൻസ്ഫർ മോഡാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷന് വാക്വം കണ്ടീഷനിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ, ഏറ്റവും നന്നായി, ഏറ്റവും വേഗത്തിലും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വാക്വത്തിലായിരിക്കും. റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് വാക്വം കണ്ടീഷനിലായിരിക്കും. ഓരോ മീഡിയം മാറുമ്പോഴും റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു സോളിഡിലോ ലിക്വിഡിലോ ആണെങ്കിൽ നമ്മുടെ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എമൗണ്ട് വാക്വത്തിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. നമുക്ക് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ വാക്വത്തിൽ കൂടി എങ്ങനെ നടക്കും എന്നുള്ളതാണ്. വാക്വത്തിൽ കൂടി എങ്ങനെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോംസിലാണ് റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് മുമ്പ് പറയുമ്പോൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അതിനെ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, നമുക്ക് കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പ്ലസ് പഠിച്ചിട്ടുണ്ടാവും. ഗാമ റേസ്, എക്സ് റേസ്, അതുപോലെ റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, അങ്ങനെ കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹീറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിന് നമ്മൾ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഹെൽപ്പ് ചെയ്യുന്നില്ല. പകരം തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്ന റേഡിയേഷൻസ് മാത്രമാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അതുപോലെ തന്നെ വിസിബിളായി കുറച്ച് ഭാഗം അൾട്രാ വയലറ്റ് റേസ്, ഇത്രയുമാണ് തെർമൽ റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്കറിയാം, ഇൻഫ്രാറെഡ് റേസിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 10⁻² തൊട്ട് 10⁻1 വരെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മുടെ തെർമൽ റേഡിയേഷൻ ആയിട്ട് പറയുന്നത്. അതായത് 0.1 തൊട്ട് 10⁻² വരെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലുള്ള തെർമൽ റേഡിയേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത് 0.1 മൈക്രോമീറ്റർ തൊട്ട് 100 മൈക്രോമീറ്റർ വരെയുള്ള റേഡിയേഷൻസ് ആണ് തെർമൽ റേഡിയേഷൻസ് എന്ന് പറയുന്നത്. നമ്മളിനി എല്ലാ റേഡിയേഷൻ എന്ന് പറയുമ്പോഴും ഈ പറയുന്ന 0.1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ള വേവ്സിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞു, തെർമൽ റേഡിയേഷൻസ് എന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനർജി ട്രാൻസിഷൻസ് കാരണമാണ് തെർമൽ റേഡിയേഷൻസ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റം, മോളിക്യൂൾസ്, ഇവയുടെ എല്ലാം
എനർജി ട്രാൻസിഷൻ കാരണമാണ് നമ്മുടെ തെർമൽ റേഡിയേഷൻസ് ഉണ്ടാകുന്നത്. അതായത് ഓരോ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അവയുടെ എനർജി എക്സ്ചേഞ്ച് കാരണം ആണ് നമ്മുടെ തെർമൽ റേഡിയേഷൻസ് ഉണ്ടാകുന്നത്. ആ തെർമൽ റേഡിയേഷൻസ് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും നമ്മുടെ ഈ എനർജി ട്രാൻസിഷൻസിൻ്റെ റേറ്റ് കൂടും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജി ട്രാൻസിഷൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ തെർമൽ റേഡിയേഷൻ എമിഷൻസിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്ന 0.1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ് അതിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, തെർമൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതിനകത്ത് ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ UV ലൈറ്റ്സ് അൾട്രാ വയലറ്റ് റേസും അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഇൻഫ്രാറെഡ് നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള ഒരു പകുതിയോളം ഭാഗം എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിൽ ഉൾപ്പെടുന്നതാണ്. ബാക്കി പകുതിയാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസായിട്ട് വരുന്നത്. നമ്മുടെ എല്ലാ ബോഡികളും അബ്സല്യൂട്ട് സീറോയ്ക്ക് മുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ബോഡികളും തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ റേഡിയേഷൻസും നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന വേവ് ലെങ്ത്തിൽ പെടുത്തുന്നില്ല. അത് കാരണമാണ് നമുക്ക് പലതും നമുക്ക് വിസിബിൾ അല്ലാത്തത്. എല്ലാ ബോഡീസും ഒരു 2000 കെൽവിനേക്ക് മുകളിൽ ചൂടാക്കിയാൽ മാത്രമാണ് അത് വിസിബിൾ ആയിട്ടുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ബോഡികളും റേഡിയേഷൻ, അതായത് തെർമൽ റേഡിയേഷൻസ്. നമ്മളിനി എല്ലാ റേഡിയേഷൻസിനെ കുറിച്ച് പറയുമ്പോഴും അതെല്ലാം തെർമൽ റേഡിയേഷൻസ് ആണ്. അതായത് ഇൻഫ്രാറെഡ്, വിസിബിൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ്, കുറച്ച് ഭാഗം അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൻ്റെ കുറിച്ചാണ് നമ്മളിനി എല്ലാ റേഡിയേഷനെ കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ള എക്സ്റേസ്, ഗാമ റേസ് അതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മളിനി പ്രതിപാദിക്കുന്നില്ല. ഓക്കെ, എല്ലാ ബോഡീസും ചെയ്യുന്ന ഒരു തെർമൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും അതുപോലെ തന്നെ പല റേഞ്ചിലുള്ള വേവ് ലെങ്ത്തിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0.1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്തുകളിലാണ് ആ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അത് എല്ലാ ബോഡികളും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബോഡികളും, നമ്മുടെ റൂം, നമ്മുടെ ഫോൺ, നമ്മുടെ ബോഡി, ഇതെല്ലാം തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതായത് ആ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയാണ്, ആ ബോഡിയുടെ മെറ്റീരിയൽ, അതുപോലെ തന്നെ ആ ബോഡിയുടെ സർഫസിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഈ 3 കാര്യങ്ങളെ ഈ റേഡിയേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ബോഡിയും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലാണ് ഈ ബോഡികൾ തെർമൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ബോഡികൾ, ആ 2 ഡിഫറെൻറ്റ് ബോഡിയും ഒരേ ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും അത് രണ്ടും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അത് സ്റ്റാൻഡേർഡായിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞാൽ ആ ബോഡിയാണ് മാക്സിമം തെർമൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു ഗിവൺ വേവ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡി മാക്സിമം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അതായത് ബ്ലാക്ക് ബോഡിക്കാണ് ഏറ്റവും കൂടുതൽ തെർമൽ റേഡിയേഷൻ എമിറ്റീവ് പവർ ഉള്ളത്.
തെർമൽ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയുമായിട്ട് കമ്പയർ ചെയ്ത് ബാക്കിയുള്ള ബോഡികളിലെ തെർമൽ റേഡിയേഷൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒരു ഐഡിയലൈസ് ബോഡിയാണ്. അതായത് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് എമിറ്റർ ആൻഡ് അബ്സോർബർ ഓഫ് റേഡിയേഷനാണ്. അത് പെർഫെക്റ്റ് എമിറ്ററുമാണ്, അതുപോലെ തന്നെ അത് അബ്സോർബറുമാണ്. അതായത് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലും ടെമ്പറേച്ചറിലും ഒരു ബ്ലാക്ക് ബോഡിനേക്കാളും കൂടുതൽ എനർജി ഒരു ബോഡിക്കും എമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ബ്ലാക്ക് ബോഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഒരു ഗിവൺ വേവ് ലെങ്ത്തിലും ഒരു ഗിവൺ ടെമ്പറേച്ചറിലും എമിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനകത്ത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷനെയും ബ്ലാക്ക് ബോഡി അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ വരുന്നത്. അടുത്ത ലെക്ചർ വീഡിയോയിൽ ഇടുന്നതായിരിക്കും.